കർത്താവേ, സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ദുഃഖവെള്ളിയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ദുഃഖവെള്ളിയുണ്ട്. ആ ദുഃഖവെള്ളി നമ്മളെ എല്ലാവരെയും വിരൽ ചൂണ്ടുന്നത് സ്വന്തം ഇഷ്ടത്തിലേക്കോ അതോ ദൈവഹിതത്തിലേക്കോ നിൻ്റെ ദുഃഖവെള്ളി നിന്നെ നയിക്കുന്നത് എന്നതനുസരിച്ചായിരിക്കും. സ്വന്തം ഇഷ്ടത്താണെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് അവസാനിക്കും. ദൈവഹിതത്തിനാണെങ്കിൽ അത് ഉദ്ധാനത്തിലേക്ക് നയിക്കും. ഈ ചിന്തയാണ് ദുഃഖവെള്ളിയുടെ ആശയമായി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഒരു ടേണിംഗ് പോയിൻ്റ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എന്താണ്? പലതും ലഭിക്കാത്ത ഒരവസ്ഥ, പലതും അടഞ്ഞുപോയ ഒരവസ്ഥ, പലതും തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് വേറൊരു തലത്തിലേക്ക്, അതുമല്ലെങ്കിൽ ജീവിത തലത്തിലേക്ക്, പച്ചപ്പിലേക്ക്, ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക്, ജീവിതത്തിൻ്റെ വളർച്ചയിലേക്ക് അവനെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടേണിംഗ് പോയിൻറ്റിൽ അവനൊന്നും ലഭിക്കാത്തൊരവസ്ഥ. ഈ ഒരവസ്ഥയാണ് യേശു ക്രിസ്തുവിനും നേരിട്ടത്. എന്താണ് ആ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം. അതായത് യേശുവിൻ്റെ ജീവിതത്തിൽ തൻ്റെ പിതാവ് തനിക്കെല്ലാം നഷ്ടപ്പെടുത്തി എന്നുള്ള ചിന്ത ഒരിക്കലും വന്നില്ല. ആ സമയത്ത് കുരിശിൽ നിന്ന് പോലും ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ, നിൻ്റെ ഇഷ്ടമനുസരിച്ച് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ യേശു അവിടെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സകല സൗഭാഗ്യങ്ങളും മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തുന്ന അവസ്ഥ. ഇത്രത്തെയുള്ള ഒരു ദുഃഖവെള്ളിയിൽ, അല്ലെങ്കിൽ ഒരു ദുഃഖവെള്ളിയിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലേക്ക് പല കഥാപാത്രങ്ങൾ കടന്നു വരും. പീലാത്തോസ് കടന്നു വരും, പത്രോസ്ലിഹ കടന്നു വരും, യൂദാസ് കടന്നു വരും, ഹേറോദേസുകൾ കടന്നു വരും, പടയാളികൾ കടന്നു വരും. അങ്ങനെ അനേകം വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആരുടെ ഹിതമാണ് അവിടെ നിറവേറുന്നത്? പലപ്പോഴും നമുക്കറിയാം, അനേകം വ്യക്തികൾ യൂദാസിൻ്റെ തലം സ്വീകരിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്കും ജീവിത തകർച്ചയിലേക്കും കടന്നു പോകുന്നുണ്ട്. എന്നാൽ എത്രത്തോളം ആൾക്കാരാണ് പത്രോസ്ലിഹായുടെ ചൈതന്യം സ്വീകരിക്കുന്നത്? അതിനെല്ലാം അപ്പുറത്ത് കടന്നു ചെന്നുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാം അടഞ്ഞുപോയി എന്നും മനസ്സിലാക്കുന്ന സന്ദർഭമെങ്കിലും ക്രിസ്തുവിനെ പോലെ ദൈവഹിതത്തിന് വഴങ്ങിക്കൊണ്ട് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിന്ത മനുഷ്യൻ കടന്നു വരുമ്പോൾ, ഒരു ചിന്ത മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അവിടെ ജീവിത അവസാനത്തിലേക്ക് കടക്കാതെ ജീവിത വിജയത്തിലേക്ക് കടന്നു വരുവാനുള്ള ചിന്ത അവനിൽ കടന്നു വരും. ഇതിൽ നിന്നെല്ലാം ഒരു പ്രധാനപ്പെട്ട സന്ദേശമുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ ഓരോരുത്തർ ഏൽപ്പിച്ചൊരു ദൗത്യം കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും മനസ്സിലാക്കാതെയും നടന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന കഥാപാത്രങ്ങളായിട്ടാണോ എൻ്റെ ജീവിതത്തിൽ ദുഃഖവെള്ളി കടന്നു വരുന്നതെങ്കിൽ ഒരു ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ടേണിംഗ് പോയിന്റുകളിലും ജീവിതം അവസാനിച്ചു എന്നുള്ള അവസാന എൻഡിങ് പോയിന്റുകളിലും ഡെഡ് എൻഡ് സമയങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹിതം, ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് വരികയാണെങ്കിൽ ദൈവഹിതത്തിന് യെസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉദ്ധാന ചൈതന്യത്തിലേക്ക് കടന്നു വരാമെന്ന് പൂർണ്ണമായും എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും.
അത്തരത്തിലുള്ള ഒരു ദുഃഖവെള്ളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ദുഃഖവെള്ളിയുടെ ഐശ്വര്യം എന്ന് പറയുമ്പോൾ ഉദ്ധാനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം എല്ലാവരും സമൃദ്ധി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചുവാക്കൽ നിർത്തുന്നു. എല്ലാവർക്കും 1000 നന്ദി.